ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന രണ്ട് സെന്റൻസിനെ കുറിച്ചാണ്. ഹി ഹാസ് ഗോൺ, ഹി ഈസ് ഗോൺ. സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സെന്റൻസസ് നമ്മളെ കൺഫ്യൂസ് ആക്കുന്നതാണ്. ഈസ് ഗോൺ ആണോ ഹാസ് ഗോൺ ആണോ എന്ന്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹി ഹാസ് ഗോൺ, ഹി ഈസ് ഗോൺ. ഞാൻ ആദ്യം ഒരു സിറ്റുവേഷൻ പറയാം. നമ്മളിപ്പോ ഒരാളുടെ വീട്ടിൽ പോവുകയാണ്. ഫ്രണ്ടിന്റെ ആണെന്ന് കരുതുക. അവിടെ ചെന്നപ്പോ ആ വ്യക്തി അവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ പോയിരിക്കുന്നു. ഈ ഒരു കാര്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹി ഹാസ് ഗോൺ എന്നാണോ ഹി ഈസ് ഗോൺ എന്നാണോ? ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി ഈസ് ഗോൺ എന്നാണ്. ഇനി അവൻ സ്കൂളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. He has gone to school. Is gone എന്ന് പറയുമ്പോൾ ഡിസപ്പിയർഡ് എന്നൊരു മീനിങ് കൂടി അവിടെ വരുന്നുണ്ട്. മാത്രമല്ല ഈസ് ഗോൺ ടു ബിയുടെ ഒരു ഫോമാണ്. ഗോൺ എന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹാസ് ഗോൺ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാണ്. അതായത് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. Has or have plus V3. Has gone എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് തവണ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ യൂസസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഹാസ് ഗോൺ എന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു യൂസ് ആണ്. തൊട്ടു മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യം പാസ്റ്റില് അതിന്റെ റിസൾട്ട് ഇപ്പോഴും റെലവെന്റ് ആകുമ്പോൾ അവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞ ഈസ് ഗോൺ അതുപോലെ ഒന്ന് രണ്ട് സെന്റൻസസ് നോക്കാം. നമ്മൾ പറയില്ലേ എന്റെ ബസ് പോയി. എങ്ങനെ പറയാം? മൈ ബസ് ഈസ് ഗോൺ. മൈ ബസ് ഈസ് ഗോൺ. എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. എങ്ങനെ പറയാം? ഓൾ ഹോപ്പ് ഈസ് ഗോൺ. എല്ലാ പ്രതീക്ഷയും പോയി. ഓൾ ഹോപ്പ് ഈസ് ഗോൺ. അവൻ ഈ സിറ്റിയിൽ നിന്നും പോയി. എവിടെ പോയി എന്ന് അറിയില്ല. അവൻ ഈ സിറ്റിയിൽ നിന്നും പോയി. ഹി ഈസ് ഗോൺ ഫ്രം ദ സിറ്റി. ഫ്രം ദ സിറ്റി. എന്റെ അവസരം, എന്റെ ആ ചാൻസ് പോയി എന്നൊക്കെ പറയാറില്ലേ? മൈ ചാൻസസ് ഗോൺ. ഇപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന രണ്ട് സെന്റൻസസ് ആണ്. I am confused. I have confused. ഈ I have confusedന് ശേഷം ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എന്താ വ്യത്യാസം? I am confused എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. എന്നാൽ I have confused her എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? I made her confused എന്നാണ്. ഞാൻ അവളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നൊരർത്ഥത്തില്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഈ രണ്ട് സെന്റൻസസ് തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതുപോലെയുള്ള കൺഫ്യൂസിങ് ആകുന്ന സെന്റൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.